ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെല്ലാവരും ഇപ്പൊ കാത്തു നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിനും എത്ര വെയിറ്റേജിനായിരിക്കും നമ്മുടെ മാർക്കുകൾ ഉണ്ടായിരിക്കുക എന്നതാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ ഏതാണ്, ആ ഒരു ചാപ്റ്റേഴ്സിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് അറിഞ്ഞു വെക്കണമല്ലോ അല്ലേ. നമ്മുടെ ടോട്ടൽ സോഷ്യൽ സയൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടോട്ടലി 19 ചാപ്റ്റേഴ്സുകളുണ്ട്. അതേപോലെ മാപ്പ് ക്വസ്റ്റ്യൻസുകളുടെ ഒരു ഭാഗം നമുക്ക് മാറ്റി വെക്കാം, അതുപോലെ തന്നെ പ്രൊജക്ട് വർക്കിൻ്റെ മറ്റൊരു ഭാഗമൊക്കെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇനി നമുക്ക് നമ്മുടെ അതിലെ ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെയും ഒക്കെ ഭാഗം ശരിക്കും ABD സാർ നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും ജിയോഗ്രഫിയുടെയും എക്കണോമിക്സിൻ്റെയും ഭാഗം. ആ ഓരോ ഭാഗത്തും നമ്മുടെ ജിയോഗ്രഫിയുടെ ഭാഗത്തുനിന്നും എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസുകൾ വരിക എന്നുള്ളൂ, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് എത്രമാത്രം മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ വരിക എന്നുള്ളൂ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ മക്കളെ. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൻ ബിയിലായിരുന്നു ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് ജിയോഗ്രഫി എന്ന് വന്നിട്ടുള്ളത് അല്ലേ. അതിൽ നമ്മുടെ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 1 മാർക്കിൻ്റെ ഒരു MCQ ആണ് എല്ലാ പ്രാവശ്യവും നമ്മൾ പ്രതീക്ഷിക്കാവുന്നത്. സാധാരണ എല്ലാ വർഷവും MCQ പാറ്റേൺ തന്നെയാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ അഗ്രികൾച്ചർ, അവിടേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും, മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജിയോഗ്രഫിയിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. അവിടുന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വരുന്നുണ്ട്. കൂടാതെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും, പിന്നെ ഏറ്റവും അവസാനത്തെ ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി എന്ന് പറയുന്ന നമ്മുടെ മാപ്പ് മാർക്കിംഗ് എന്ന് പറയുന്നത് അവിടെ നിന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് പ്രധാനമായിട്ടും ജിയോഗ്രഫിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. എന്നാൽ നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സെക്ഷൻ ഡിയിലാണ് വന്നിരുന്നത്. അവിടെ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി ആ ഒരു ചാപ്റ്റർ ഏറ്റവും ഫോക്കസ് ചെയ്തേക്കണം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഭാഗം. അതുപോലെ തന്നെ മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ നമ്മൾ കാണുന്നത്. ഇതൊരു 100% കൺഫേം ആയിട്ടുണ്ടാവില്ല, ബട്ട് നിങ്ങൾ ഇതിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഏത് ചാപ്റ്ററിന് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നും, അതുപോലെ തന്നെ ഇനി നിങ്ങളുള്ള ഓരോ ദിവസങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏത് ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് CBSE തരുന്നത്. സോ ഇതിനെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഈ ഒരു പാറ്റേണിനെ മക്കൾ ഫോളോ ചെയ്യുക. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും മക്കൾ പഠിച്ചിരിക്കണം. അതേസമയം തന്നെ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ അതിനെയും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. നിങ്ങൾക്കുള്ള പ്ലാനുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പയ്യെ ഈ ഒരു ചാനൽ വരുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് പഠിക്കും മക്കളെ. നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആണ്. നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക.